പകുതി നോമ്പിൻ്റെ ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. മനോഹരമായ വചനം കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 23-ാം വാക്യം. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും. അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അവൻ പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. കനാൻകാരിയുടെ വിശ്വാസം ഉരച്ചു നോക്കുന്ന മനോഹരമായ ഒരു ഹൃദയസ്പർശിയായ ഒരു വേദഭാഗമാണ്. ശിഷ്യന്മാർ ഇവളെ പറഞ്ഞയക്കാനുള്ള ഒരു പ്രചോദനം കൊടുക്കുകയാണ്. ഈശോ തമ്പുരാൻ ഒന്നും മിണ്ടുന്നില്ല. സ്നേഹമുള്ളവരെ, പലതരത്തിൽ ഇവളെ പിന്മാറ്റാനുള്ള, ഇവളെ പറഞ്ഞുവിടാനുള്ള എല്ലാ പരിശ്രമങ്ങളും ഫലം കാണാതെ പോകുമ്പോൾ അവൾ ഈശോയോട് പറ്റിച്ചേർന്ന് നിൽക്കുകയാണ്. പറഞ്ഞുവിടാൻ പല ആവർത്തി പറഞ്ഞിട്ടും അതവളെ യേശുന്നില്ല. അവൾ അള്ളിപ്പിടിച്ച് നിൽക്കുകയാണ്. സ്നേഹമുള്ളവർ, നമ്മുടെ ജീവിത അനുഭവങ്ങളും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ ഈശോയെ തള്ളിപ്പറയാൻ, ഈശോയിൽ നിന്ന് അകന്നു പോകാൻ, ഈശോയിൽ നിന്ന് മാറി നിൽക്കാനുള്ള പല പ്രചോദനങ്ങളും പല പ്രലോഭനങ്ങളും ചുറ്റും നിൽക്കുമ്പോൾ ചേർന്ന് നിൽക്കാൻ, അള്ളിപ്പിടിച്ച് നിൽക്കാൻ, വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഒരു ശ്രമം നമ്മൾ നടത്തുമോ? യഥാർത്ഥത്തിൽ കനാൻകാരി നമുക്കൊരു പാഠപുസ്തകമല്ലേ? ഇനിയും വായിച്ചു തീരാത്ത പ്രചോദനങ്ങളും അനുഭവങ്ങളും കനാൻകാരി വാചാലമായി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. കനാൻകാരി നമുക്കൊരു മാതൃകയാണ്. ചേർന്ന് നിൽക്കാൻ, അള്ളിപ്പിടിച്ച് നിൽക്കാൻ, പ്രതികൂലങ്ങൾ എന്ന് വന്നാലും ഈശോയുടെ ചേർന്ന് നിൽക്കാൻ ഈ വചനം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.